welcome back. Now let us experience the magic power of if. Welcome back, Masterminds. Now today we have a beautiful area of English language that is called the magic of conditions. If എന്ന വാക്കിനെ കുറിച്ചിട്ട് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയോട് കൂടി തന്നെ നമുക്ക് തുടങ്ങിയാണ്. വൺസ് നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ രാജാവ് എല്ലാ രാജ്യങ്ങളും കീഴടക്കി പടപ്പുറപ്പാട് നടത്തുന്ന കാലത്ത് തൊട്ട് അയൽവക്കത്ത് ചെറിയൊരു രാജ്യം ഉണ്ടായിരുന്നു. സ്പാർട്ട എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്, സ്പാർട്ട. അവിടുത്തെ ഏറ്റവും വലിയൊരു ഹീറോ ആണ് പിൽക്കാലത്ത് നമ്മൾ അറിയപ്പെട്ടുള്ള സ്പാർട്ടക്കസ്. ഈ രാജ്യത്തിലെ ആളുകൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദേ ആർ വാരിയേഴ്സ് ലൈക്ക്. അവരൊക്കെ ഭയങ്കര അഭ്യാസികളായിരുന്നു. അപ്പോൾ ഈ ചെറിയ രാജ്യത്തിന് മാത്രം കീഴടക്കാൻ പറ്റാതിരുന്ന അലക്സാണ്ടർ ഒരു ഭീഷണിക്കത്ത് ഒരു ദിവസം വിടുകയാണ്. ഭീഷണിക്കത്ത്, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അന്ത്യമായിരിക്കും, അതിന് നല്ലത് എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തരിക, എൻ്റെ കപ്പം തരിക, സോവറിനിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു മെസ്സേജ് അങ്ങോട്ട് വിടുകയാണ്. ഇഫ് ഐ കം ദയർ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് യുവർ കൺട്രി, സോ അക്സെപ്റ്റ് മൈ സോവറിനിറ്റി ആൻഡ് ഗിവ് മീ മൈ നമുക്ക് തരാനുള്ള കപ്പം തരാൻ പറയും, റോയൽറ്റി സോവറിനിറ്റി തരാൻ പറയും. തിരിച്ച് ഈ സ്പാർട്ടൻ രാജാവ് തിരിച്ച് അതേ മെസ്സേജിൻ്റെ അടുത്ത് തന്നെ ഇങ്ങോട്ട് മറുപടി കൊടുത്തു വിട്ടിരിക്കുകയാണ്. ആ മറുപടിയിൽ ആകെ ഈ ഒരൊറ്റ വാക്കുണ്ടായിരുന്നുള്ളൂ, ഇഫ് എന്നുള്ളൊരു വാക്ക്. അതിൻ്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ്. അതിൻ്റെ കാരണം മെസ്സേജ് അങ്ങനെയല്ല, ഞാൻ അവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ കഥ കഴിയുമെന്നല്ല അർത്ഥം. അപ്പോൾ വരികയാണെങ്കിലല്ലേ, ഇഫ് യു കം, ഇഫ് എന്നുള്ളൊരു വാക്ക് മാത്രം, നീ വരികയാണെങ്കിലല്ലേ, നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്ക്, അപ്പോൾ കാണാൻ കഥ എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. കറക്റ്റ് മെസ്സേജാണ് തിരിച്ചു പോയത്. ആ മെസ്സേജ് വായിച്ച അലക്സാണ്ടർ അത്തരം ഒരു സാഹസനും പുറപ്പെട്ടില്ല എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. തിരിച്ചു പോയില്ല, കാരണം മനസ്സിലായി കാണും ആ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഇവർ ചില്ലറക്കാരല്ല, നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലായി കാണും, പോയില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അപകടകാരിയായിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വളരെ മാജിക് ഫോഴ്സ് ഉള്ളൊരു വാക്കാണ് ഇഫ്. ഇഫ് യു നോ ഹൗ ടു യൂസ് ദിസ് വേർഡ്, യു ആർ എ വെരി പവർഫുൾ പേഴ്സൺ ഇൻ ദ ലാൻഡ് ഓഫ് ഇംഗ്ലീഷ് നോളജ്. സോ യൂസ് ദിസ് വേർഡ്. അപ്പോൾ ഇഫിൻ്റെ ഒരു പഠനം. ഇനി ഈ ഇഫിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം ഉണ്ട്. ഇതൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിറാക്കിൾ സ്പോക്കൺ ഇംഗ്ലീഷിലുണ്ട്, ഒപ്പം തന്നെ ഹാർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷിനായിട്ട് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾ ഇഫ് യു ആർ സിൻസിയർ, ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പാരമ്പര്യമായിട്ടുള്ള പഠനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ പഠനം. നമ്മൾ പൊതുവേ ഇഫിന് പഠിക്കുന്ന സമയത്ത് ഇഫ് യു സ്റ്റഡി വെൽ യു ക്യാൻ പാസ് ദ എക്സാം. ഈ ഒരൊറ്റ എക്സാമ്പിളാണ്, ഇതേ മോഡലിലുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ പാരമ്പര്യമായിട്ട് സ്കൂളുകളിൽ നിന്നും പഠിച്ചു പോരുന്നത്. അപ്പോൾ ഇഫ് യു സ്റ്റഡി യു ക്യാൻ പാസ്, ഇഫ് യു ഡു യു ക്യാൻ ഡു ഐഡിയ മാത്രമേ പഠിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ അത് ഡു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്ക് ബിയും ഹാവും അതിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഇഫ് യു ആർ സിസ്റ്റമാറ്റിക് ഓർ ഇഫ് യു ആർ ഇൻ്റലിജൻറ്റ് യു ക്യാൻ ബി ഹാപ്പി ഓർ യു ക്യാൻ ബി പ്രൊഫിഷ്യൻറ്റ്, യു ക്യാൻ ബി നോളജബിൾ, ക്യാൻ ബി. ഇഫ് യു ആർ വയ്ക്കാം, അവിടെ ക്യാൻ ബി വിൽ ബി പറയാം. ഇതേപോലെ ഹാവ് ഐഡിയയും പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് അപ്പുറത്തേക്ക് പറയാൻ പറ്റും. ഇഫ് യു ഹാവ് ഇനഫ് കോൺഫിഡൻസ് യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, തുടക്കത്തിൽ പറയുമ്പോൾ നമ്മൾ ഇഫ് യു ആർ പറയാം, ഇഫ് യു ഡു പറയാം, ഇഫ് യു ഹാവ് പറയാം, ബി ഡു ഹാവിൻ്റെ ഏത് വേണമെങ്കിലും പറയാം. രണ്ടാം ഭാഗത്തും അത് ഇതുപോലെ ഏത് വേണമെങ്കിലും പറയാം. യു ക്യാൻ ബി ഓർ യു വിൽ ബി, യു ക്യാൻ ഡു ഓർ യു വിൽ ഡു, യു ക്യാൻ ഹാവ് ഓർ യു വിൽ ഹാവ്, ഏത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ മിക്സിങ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഓപ്ഷൻ കിട്ടി ഇവിടെ. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും പറഞ്ഞ് പഠിക്കാൻ നമുക്ക് പറ്റും. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ ഈ ഹാർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷിൽ കിട്ടും. നല്ലൊരൊറ്റ എക്സാമ്പിൾ നോക്കിയുള്ളൂ. ഇഫ് യു ആർ ഹാപ്പി ആണെങ്കിൽ എന്നൊരു ബി ഐഡിയ മാത്രം പറഞ്ഞിട്ട് അപ്പുറത്ത് ബിയും ഡൂവും ഹാവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇഫ് യു ആർ ഹാപ്പി യുവർ പാരൻസ് വിൽ ബി ഹാപ്പി. പാരൻസ് സബ്ജക്റ്റ് മാറ്റി പറയാം, പാരൻസ് വിൽ ബി ഹാപ്പി. ഇനി നമ്മൾ ഡൂ പറയാൻ പോവുകയാണ്. ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ പെർഫോം മച്ച് മോർ. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പെർഫോം ചെയ്യാൻ പറ്റും. യു ക്യാൻ പെർഫോം, ക്യാൻ ഡു, വിൽ ഡു ആവാം, നോ പ്രോബ്ലം. ഇനി വീണ്ടും ഇനി ഹാവിലേക്ക് പോകണം. ഇഫ് യു ആർ ഹാപ്പി ആണെങ്കിൽ യു ക്യാൻ ഹാവ് ഹെൽത്ത്. നിങ്ങൾക്ക് ആരോഗ്യം സ്വന്തമാക്കാം ഹാപ്പി ആണെങ്കിൽ. യു ക്യാൻ ഹാവ് ഓർ യു ക്യാൻ ഹാവ് മോർ ഫൺ ഇൻ ലൈഫ്. ജീവിതത്തിൽ കുറേ കൂടി രസകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബി വെച്ചിട്ട് മൂന്നും പറഞ്ഞ മാതിരി ഇവിടെയും ഇത് മൂന്നും മാറ്റി പറയാം, ഏത് തരത്തിലൂടെ വേണമെങ്കിലും പറയാം. ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഇത് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറുകളുടെ തന്നെ പിന്നെ തേർഡ് സ്റ്റേജ് നമ്മൾ പഠിക്കും. മുൻപ് നമ്മൾ ഓപ്പോസിറ്റ് ഇഫക്ട്സ് പഠിച്ച ഓർമ്മയില്ലേ? ഈ ഓപ്പോസിറ്റ് ഇഫക്ട്സുകൾ കംപ്ലീറ്റ് ഈ തേർഡ് സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് പഠിക്കുക. ഇഫിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് പഠനം എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജുകളാണ്. ഈ 3 സ്റ്റേജിൽ ഈ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റേജ് ഇതിനൊക്കെ നേരെ ഫാസ്റ്റാക്കി പറയും. അത് നമുക്ക് ഫലത്തിൽ കാര്യമായിട്ട് ഇല്ല. ദാറ്റ് മീൻസ് ഇൻ കോൺവെർസേഷൻ വി ഡോണ്ട് യൂസ് ഇറ്റ് മച്ച്.
വളരെ അപൂർവമായിട്ടൊക്കെ യൂസ് ചെയ്യുള്ളൂ. അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് മിറാക്കിൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ടിയിട്ടുള്ള ആ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഇഫിൻ്റെ മാജിക് വാക്കുകൾ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. തേർഡ് സ്റ്റേജ് ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ എന്നുള്ളത് പ്രസൻറ്റ് ഫോമല്ലേ, നേരെ തേർഡ് ഫോമിലേക്ക് പോയാൽ ഇഫ് യു ഹാഡ് ബീൻ എന്നായി മാറും. ഫസ്റ്റ് ഫോമിന് നേരെ തേർഡ് ഫോമിലേക്ക് പോകാം. ഇഫ് യു ആർ എന്നുള്ളത് നിങ്ങളിങ്ങനെ ആണെങ്കിൽ എന്നുള്ളത് നിങ്ങളിങ്ങനെ ആയിരുന്നെങ്കിൽ എന്നായി മാറും, ഇഫ് യു ഹാഡ് ബീൻ. അതുമാതിരി ഇഫ് യു ഡു എന്നുള്ളത് നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നുള്ളത് നിങ്ങളിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞു പോയ സംഭവമായിട്ട് പോകും, ഇഫ് യു ഹാഡ് ഡൺ എന്നായി. അതുമാതിരി ഇഫ് യു ഹാവ് നിങ്ങൾക്കിങ്ങനെ ഉണ്ടെങ്കിൽ എന്നുള്ളത് നിങ്ങൾക്കിങ്ങനെ മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ എന്നായി പോകും, ഇഫ് യു ഹാഡ് കണ്ട. ഇഫ് യു ആർ, ഇഫ് യു ഡു, ഇഫ് യു ഹാവ് എന്നുള്ളത് ഇഫ് യു ഹാഡ് ബീൻ, ഇഫ് യു ഹാഡ് ഡൺ, ഇഫ് യു ഹാഡ്. അങ്ങനെ ബീൻ, ഡൺ, ഹാഡ് ഈ 3 ഫോം കറക്റ്റ് തേർഡിലൂടെ പറഞ്ഞ് പഠിക്കണം. എന്നിട്ട് ഈ തേർഡ് ഫോമിൻ്റെ കൂടെ നിങ്ങൾ ഷുഡ് ഹാവ് ഡണ്ണും, കുഡ് ഹാവ് ഡണ്ണും, വുഡ് ഹാവ് ഡണ്ണും, നീഡിൻ്റ് ഹാവ് ഡണ്ണും നേരത്തെ പഠിച്ചിട്ടുള്ള ഓപ്പോസിറ്റ്സ് അല്ലേ, അങ്ങോട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്ട്രക്ചറും ഈസി ആയി. ഇത്രേ ഉള്ളൂ അതിൻ്റെ മിക്സിങ്. ഇനി ഈ ഒരു എക്സാമ്പിൾസിന് ഇതിൻ്റെ ഒരു മോഡൽ, ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് റെഫറൻസ് ചാർട്ടിൽ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ വർക്കൗട്ട്സ് മാത്രം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനെ എളുപ്പം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇഫ് യു ഡു സംതിങ് യു ക്യാൻ ഡു സംതിങ്, ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രം നമ്മളൊന്ന് ചെയ്ത് പഠിക്കുക. ക്യാൻ ഡു ആവാം, വിൽ ഡു ആവാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ഏത് വേണമെങ്കിലും ആവാം. നമ്മളവിടെ ഒരു മോഡൽ എഴുതാൻ പറയണം. അപ്പോൾ നിങ്ങൾ അതാണ് മോഡൽ ഞാൻ പറയുമ്പോൾ എഴുതിയെടുത്തുള്ളൂ. ഇഫ് യു കം എന്നുള്ള വാക്ക് അവിടെ ഓൾറെഡി ഉണ്ട്, കം ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് എന്ത് എഴുതണം നമ്മൾ പറയാം. ഇഫ് യു കം ഹിയർ നമ്മളർത്ഥം നമ്മുടെ സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. ഇഫ് യു കം ഹിയർ കണ്ട, കം ഓൾറെഡി ഉണ്ട് അവിടെ. ഇഫ് യു കം ഹിയർ അപ്പുറത്തെ ഭാഗത്ത് എഴുതണം യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ സ്പീക്ക്. രണ്ടാം നേരെ ഓപ്പോസിറ്റ് അത് ക്യാൻ സ്പീക്ക്, ക്യാൻ ഡു എന്ന് എഴുതാം. ക്യാൻ ഡുവിന് പകരം ക്യാൻ സ്പീക്ക് എന്ന് എഴുതി, ക്യാൻ സ്പീക്ക്. ഇനി ആ ആക്ഷൻ തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് മറിച്ചിടണം. ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാക്കണം. രണ്ടാമത് ഇഫ് പറയുന്ന സമയത്ത് വീണ്ടും ക്യാൻ വരരുത്, ഇഫ് യു ക്യാൻ പറയേണ്ട ഇഫ് യു സ്പീക്ക്. ഇഫിൻ്റെ കൂടെ പറയുന്ന സമയത്ത് ക്യാനും വില്ലും വേണ്ട, നേരെ ആ ഫോം പറഞ്ഞാൽ മതി. ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് ഫസ്റ്റ് ഫോമിലേക്ക് അതിന് തിരിച്ചിട്ട് പറഞ്ഞു നമ്മൾ. ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് രണ്ടാമത്തെ ഭാഗത്ത് പറയണം യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി, PD. യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. ക്യാൻ ഡെവലപ്പ് എന്ന് മാത്രം എഴുതിയാൽ മതി, ഷോർട്ട് ഫോമിൽ എഴുതിക്കോളൂ, ക്യാൻ ഡെവലപ്പ്. എന്നിട്ട് പറയുമ്പോൾ യുവർ പേഴ്സണാലിറ്റി എന്ന് കൂടി ചേർത്ത് പറയാം. ഇപ്പോൾ ഈ രണ്ടെണ്ണം പറഞ്ഞു നോക്കാം, എങ്ങനെ പറയാൻ പറ്റും. ഇഫ് യു കം ഹിയർ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. ഇഫ് യു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി കണ്ട, ആ ആക്ഷൻ വീണ്ടും തിരിച്ച് ഇപ്പുറത്തേക്ക് വീണ്ടും പറയാം. അത് എഴുതണ്ട, നിങ്ങൾക്ക് ആ ആക്ഷൻ ഇപ്പുറത്തേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞ് പഠിക്കുക. ഇഫ് യു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി യു വിൽ ഗെറ്റ് എ ജോബ്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ക്യാൻ ഡൂവും വിൽ ഡൂ ഉണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ വില്ലിന് കിടക്കട്ടെ, നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യത്തിന്. അപ്പോൾ ഈ മൂന്നാമത്തേൽ നിങ്ങൾ എഴുതണം വിൽ ഗെറ്റ് എ ജോബ്, വിൽ എഴുതിക്കോളൂ, വിൽ ഗെറ്റ് എ ജോബ്. ഇഫ് യു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി യു വിൽ ഗെറ്റ് എ ജോബ് നൗ. രണ്ടാമത്തെ ഭാഗത്താണ് എഴുതേണ്ടത് വിൽ ഗെറ്റ്. ഫസ്റ്റ് ഭാഗത്ത് ഈ ആക്ഷൻ തന്നെ പറയും. ഇഫ് യു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി എന്നുള്ള അർത്ഥം തന്നെ ഫസ്റ്റിൽ വരും. രണ്ടാം ഭാഗത്താണ് നമ്മൾ വിൽ ഗെറ്റ് എഴുതേണ്ടത്, വിൽ ഗെറ്റ് എ ജോബ്. ഇനി ആ വിൽ ഗെറ്റ് എ ജോബ് എന്നുള്ളത് വീണ്ടും ഇഫിൻ്റെ ഭാഗത്തേക്ക് വരണം. എങ്ങനെ പറയും? ഇഫ് യു ഗെറ്റ് എ ജോബ്, ഇഫ് യു വിൽ ഗെറ്റ് എ ജോബ് എന്ന് പറയാൻ പാടുണ്ടോ? നോ. ഇഫിൻ്റെ കൂടെ വരുമ്പോൾ ആ വില്ലും ക്യാനും കട്ട് ഓഫ് ചെയ്തിട്ട് പറയാം, വെറും ഫസ്റ്റ് ആക്ഷൻ മാത്രം പറയാം. കണ്ട, ഇഫ് യു കം, ഇഫ് യു സ്പീക്ക്, ഇഫ് യു ഡെവലപ്പ്, ഇഫ് യു അങ്ങനെ പറഞ്ഞു പഠിക്കാം ഫസ്റ്റ് ഫോം. ഓക്കെ, ഇഫ് യു കം ഹിയർ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി, ഇഫ് യു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി യു വിൽ ഗെറ്റ് എ ജോബ്, ഇഫ് യു ഗെറ്റ് എ ജോബ് യു ക്യാൻ മേക്ക് മണി. ജോലി കിട്ടിയാൽ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഇഫ് യു ഗെറ്റ് എ ജോബ് അപ്പുറത്തെ സൈഡിൽ എന്ത് എഴുതണം? യു ക്യാൻ മേക്ക് മണി, ക്യാൻ മേക്ക് എന്ന് എഴുതിയാൽ മതി, ക്യാൻ മേക്ക് മണി, യു ക്യാൻ മേക്ക് മണി. സെക്കൻഡ് ഭാഗത്തിലാണ് ഇതൊക്കെ എഴുതേണ്ടത്. ഫസ്റ്റ് ഭാഗത്ത് അത് ഇങ്ങോട്ട് തിരിച്ച് പറയലാണ്. സെക്കൻഡ് ഭാഗത്താണ് നമ്മൾ ആ ക്യാൻ ഡു വിൽ ഡുവിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളതെല്ലാം. അപ്പോൾ പറയാൻ പറ്റില്ലേ? ഇനി ഒന്ന് പറഞ്ഞ് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കാം. കമോൺ, വൺസ് മോർ, 1 2 3 4 ഒരുമിച്ച്. ഇഫ് യു കം ഹിയർ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി, ഇഫ് യു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി യു വിൽ ഗെറ്റ് എ ജോബ്, ഇഫ് യു ഗെറ്റ് എ ജോബ് യു ക്യാൻ മേക്ക് മണി. ഒന്നുകൂടി പറയാമോ? വൺസ് മോർ, കമോൺ. If you come here, you can speak English. If you speak English, you can develop your personality. If you develop your personality, you will get a job. If you get a job, you can make money. Okay, now you come on once more. Come on, once more. If you come here, you can speak English. If you speak English, you can develop your personality. If you develop your personality, you will get a job. If you get a job, you can make money. Fine. ഇത് ഇനി പറഞ്ഞ് സ്പീഡിലാക്കണം, നല്ല മാതിരി സ്പീഡിൽ. ഇത് ഒരൊറ്റ ബ്രത്തിൽ ഒരൊറ്റ ശ്വാസത്തിൽ ഇത് പറഞ്ഞു പഠിക്കണം.
അത് പറഞ്ഞ് സ്പീഡാക്കുമ്പോൾ ഞാൻ പറയാം if you come here you can speak English. If you speak English you can develop your personality. If you develop your personality you will get a job. If you get a job you can make money. ഒന്നുകൂടി പറഞ്ഞു സ്പീഡിൽ പറഞ്ഞു പിടിച്ചേക്കാം. ഓക്കെ see if you come here you can speak English. If you speak English you can develop your personality. If you develop your personality you will get a job. If you get a job you can make money. ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഇത് പറഞ്ഞു പഠിക്കുന്ന ഒരു എക്സസൈസാണ്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സംഗതി കിട്ടി. ഇതിങ്ങനെ ഒന്ന് പറഞ്ഞു പഠിക്കുക. ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരാം. വേഗം ഇതിങ്ങനെ ഒന്ന് ഒറ്റ ശ്വാസത്തിൽ ഒന്ന് പറഞ്ഞു പഠിക്കൂ. കം ഓൺ ഡു ഇറ്റ്.